ഹലോ, ഇന്ന് കൊച്ചുകുട്ടികളുള്ള അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എൻ്റെ 2 കുട്ടികൾക്കും എറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഉണ്ട്. പ്രത്യേകിച്ചും ഈ മഴയൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയിൽ അത് ഭയങ്കരമായിട്ട് ഫ്ലെയർ അപ്പ് ചെയ്യും. ദേഹത്തൊക്കെ ചുമന്ന് ചൊറിയും. ജലദോഷം, പനി അങ്ങനെയൊക്കെ വരുന്ന സമയത്തും ഇത് ഫ്ലെയർ അപ്പ് ചെയ്യാറുണ്ട്. ഈ എറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് ക്യൂർ ചെയ്ത് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റില്ല. പക്ഷേ കൺട്രോൾ ചെയ്ത് ഒരുപാട് അണ്ടർ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ ഓവർ ദ ഇയേഴ്സ് ഞാൻ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റും ഇപ്പോൾ ലാസ്റ്റ് ഒരു ഫ്യൂ മന്ത്സ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന മറ്റൊരു പ്രോഡക്റ്റും ഈ എറ്റോപിക് ഡെർമറ്റൈറ്റിസിന് വേണ്ടിയിട്ട് ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇതേ സമാനമായ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാർക്ക് ഒരുപാട് പ്രയോജനമുള്ളതായിരിക്കും. കാരണം ഇതിൻ്റെ ചൊറിച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ അലോഹായുടെ ബക്കൂച്ചി ബാമാണ്. ഞാൻ ഇതിന് മുമ്പും എൻ്റെ ഒരു റീലിൽ പറഞ്ഞിട്ടുള്ളതാണ്. അലോഹായുടെ ക്രിയേറ്റർ, ഫോമുലേറ്റർ ഒരു പീഡിയാട്രീഷ്യനാണ്. രചിത നന്ദിനി എന്നാണ് അവരുടെ പേര്. സോ നമുക്ക് വളരെ വിശ്വസിച്ച് വാങ്ങാവുന്ന പ്രോഡക്റ്റാണ് അലോഹായുടെ ബക്കൂച്ചി ബാം. ഞാൻ ലിങ്ക് ചെയ്തേക്കാം പേജിനെ. ഇതൊരു മിക്സ് ഓഫ് ഓയിൽസ് ആൻഡ് ബട്ടേഴ്സ് ആണ്. സോ നമ്മളുടെ സ്കിന്നിൽ ശരിക്കും ഒരു മോയ്സ്ചറൈസേഷന് പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. ഓഫ് കോഴ്സ് എറ്റോപിക് ഡെർമറ്റൈറ്റിസിന് മാത്രമല്ല, വളരെ മൈനർ ആയിട്ടുള്ള ചെറിയ കട്ട്സ്, സ്ക്രേപ്സ്, അല്ലെങ്കിൽ വളരെ ഭയങ്കരമായി ഡ്രൈ സ്കിന്നുള്ള ഈ മുട്ടിലൊക്കെ ഉണ്ടല്ലോ, ചിലർക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, പൊരിഞ്ഞൊക്കെ വരുമല്ലോ തണുപ്പത്ത്. ഇതിനൊക്കെ ബക്കൂച്ചി ബാം ഭയങ്കര നല്ലതാണ്. ഞാൻ ഒരുപാട് ബോട്ടിൽസ് ഇതിൻ്റെ ഞാനും മക്കളും ഹസ്ബൻഡും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് നമുക്ക് ട്രസ്റ്റ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് നമ്മൾ ശരിക്കും തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ കട്ടിയായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ അല്പം എടുത്തിട്ട് ഇങ്ങനെ വിരലിൻ്റെ ഇടയിൽ വെച്ച് ഒന്ന് റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ദേഹത്തിൻ്റെ ചൂട് കൊണ്ട് ഇതിങ്ങനെ ഉരുകി വരും. എന്നിട്ട് നമുക്ക് ദേഹത്ത് അപ്ലൈ ചെയ്യാം. ഭയങ്കര നല്ലതാണ്. വെള്ളം കയറാതെ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നനഞ്ഞ കൈ കൊണ്ടൊന്നും എടുക്കാതിരിക്കുക. ഒത്തിരി സേഫാണ്, അൺസെൻറ്റഡ് ആണ്. സോ എറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഉള്ളവരുടെ കാര്യം അറിയാമല്ലോ. അവർക്കൊരു ചെറിയ ഈ ഫ്രേഗ്രൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ അവർക്ക് ഭയങ്കരമായിട്ട് അലർജി ഉണ്ടാക്കും. സോ ഇതൊരു ഭയങ്കര നല്ല പ്രോഡക്റ്റാണ്. രണ്ടാമത്തത് ഡൈറിക് മോരിങ്ക സീഡ്സ് കോൾഡ് പ്രസ്ഡ് ഓയിൽ. ശരിക്കും എന്നോട് ഈ എറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഞാൻ കുട്ടികളെ കാണിച്ച ഡോക്ടേഴ്സൊക്കെ മുരിങ്ങ ഓയിൽ, അതായത് മുറിവെണ്ണ ദേഹത്ത് ഇട്ട് കൊടുത്താൽ ഒത്തിരി നല്ലതാണ് എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അസൗകര്യങ്ങളുണ്ട്. ഈ മുറിവെണ്ണയൊക്കെ ദേഹത്ത് തേച്ച് നമുക്ക് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമുള്ള ഒരു മുരിങ്ങ ഓയിൽ ശരിക്കും തപ്പി നടക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ദൈവിക് മുരിങ്ങ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ മുരിങ്ങ കോൾഡ് പ്രസ്ഡ് ഓയിൽ കണ്ടത്. ശരിക്കും എൻ്റെ മോളുടെ കഴുത്തിൻ്റെ ഇവിടെ ഈ മടക്കിലൊക്കെ ഭയങ്കരമായിട്ട് എക്സിമ ഫ്ലെയർ അപ്പ് ചെയ്തിട്ട് അവിടെ ചൊറിഞ്ഞ് പൊട്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇതിട്ട് പിറ്റേ ദിവസം തൊട്ട് ഭയങ്കരമായിട്ട് അത് ഹീൽ ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇന്ന് പൊട്ടിയിരുന്നതിൻ്റെ പുറത്ത് ഞാനിങ്ങനെ ഒരു ഒറ്റ ഡ്രോപ്പ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് അത് എനിക്ക് വിസിബിളി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് ഹീൽ ചെയ്ത് അതിൽ പൊരുക്കം അതിങ്ങനെ മൂടുന്നത്. ഞാൻ ഇത്രയും ഇഫക്റ്റീവായിട്ട് ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് ശരിക്കും വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ വായിച്ചിട്ടുണ്ട് മുരിങ്ങ ഓയിൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു മാജിക് പോർഷൻ ആണെന്നുള്ളത്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ അത് നേരിട്ട് കാണുന്നത്. ഭയങ്കര എഫക്റ്റീവായിരുന്നു. എന്നിട്ട് ഞാൻ എന്തെന്ന് അറിയാമോ, എനിക്കൊരു മുഖക്കൊരു പൊട്ടിയപ്പോഴേക്കും ഞാൻ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തു. പിറ്റേ ദിവസമായപ്പോൾ അതിന് പൊരുക്കം വന്ന് മൂടി. ശരിക്കും ഭയങ്കര ഒരു മാജിക് പോലെ എനിക്ക് തോന്നിയത്. ഒത്തിരി എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത് രണ്ടും. സോ എനിക്ക് ഈ ഒരു മഴയും കാലാവസ്ഥയൊക്കെ ഭയങ്കര മോശമായിട്ടിരിക്കുമ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണ്. ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല. എറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും പാച്ച് ടെസ്റ്റ് കമ്പൽസറിയാണ്. അപ്പോൾ നടക്കണം.